അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ശ്രുതിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങള്, അപ്പം അതിനെ കുറിച്ച് എന്താ സംസാരിക്കാനുള്ള? ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്നോട് കുറെ പേര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതറിയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ന്യൂസിലൊക്കെ നോക്കിയപ്പോ ആഹാ എന്താ പറയാ. എന്റെ വളർച്ചയിൽ അസൂയമുത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. ഈ പറയുന്നത് പോലെ നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. പെൺകുട്ടികളുടെ അമ്മമാര് തന്നെ ചെന്നിട്ട് മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാം ഒരു രാത്രി, കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു അവസരം കൊടുത്താൽ മതി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസുകളുണ്ട്. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടയ്ക്ക് ഇവൻ തന്നെ ധാരാളം. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഹേമ കമ്മിറ്റി വന്നപ്പം ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ആള് ഞാനല്ല. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നതല്ല, എനിക്ക് അതിനറിയാം. ഐ ഹാവ് ഓൾ ദ എവിഡൻസ്. ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ല. ആസ് എ ഗേൾ ചോദിക്കാൻ പാടില്ലാത്തത്, എന്നാലും നമ്മുടെ ആ ഒരു സുഹൃത്ബന്ധത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യമോ? ഇന്റർവ്യൂവിനുണ്ടരാതെ എപ്പോഴെങ്കിലും ശ്രുതിയോട് അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്? ഒരുപാടുണ്ടല്ലോ, പേരുകളൊന്നും ഓർമ്മയിലില്ല. എനിക്ക് പണ്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ തിരിച്ചിങ്ങനെ പറയണം, ഒരു കാര്യമില്ല. വെറുതെ നമ്മുടെയും കൂടെ പേര് ചീത്തപ്പേരാക്കാന്നുള്ളതേ ഉള്ളൂ. ഇവരത് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരവരുടെ വായി വരുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഒന്നാമത്തെ കാര്യം പെണ്ണുങ്ങളും കൂടെ വിചാരിക്കണം. ഇത് വെറുതെ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ അങ്ങോട്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളപ്പോഴത്തേക്കും ബാക്കി നമ്മൾ ഇവിടെ കിടന്ന് എത്ര ഘോരഘോരം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. അതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് മുൻതൂക്കം നൽകുന്നത് കൊണ്ട് സിനിമയിലേക്ക് എത്തപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റ് ആയിരിക്കണമായിരിക്കും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ.